ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാരറ്റ് തോരനാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. ഇതൊരു 4.5 കപ്പ് ക്യാരറ്റ് ഉണ്ട്. പിന്നെ വേണ്ടത് സവാളയും പച്ചമുളകുമാണ്. ഇത് ഞാൻ 2 സവാളയും ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. സവാള നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 5 ടേബിൾ സ്പൂൺ തേങ്ങ. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. ഇതൊരു 1/2 ടീസ്പൂൺ എടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടി. ഇത് നമുക്കൊരു 1 ടീസ്പൂൺ എടുക്കാം. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഓയിൽ വേണം. പിന്നെ കടുക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് പാത്രം നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇടാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് സവാള ഇടാം. ഇതൊപ്പം തന്നെ ഒരു പച്ചമുളക് കൂടി ഇടാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. ഉള്ളി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 4.5 കപ്പ് ക്യാരറ്റ് അതിടാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തത്. ഇപ്പം ഇത് നമുക്ക് വെന്തോന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് കുക്കായിട്ടുണ്ട്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ്
കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ തേങ്ങ ചേർത്ത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.